ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറേ അൽക്കുലത്ത് ഐറ്റംസ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇത് എന്തിന്റെ കായാണെന്ന് കമന്റ് ചെയ്യുക. ഇതെല്ലാരും തിന്നതിന്റെ തോടുകളെല്ലാം ഞാൻ ശേഖരിച്ച് എന്നിട്ട് ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതെ, അത് കഴിച്ചിട്ട് അതിന്റെ കിട്ടിയ തോടുകളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഇതെന്തോ ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ്. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. പേര് പീനട്ട് ബട്ടർ ആണോ വാൾനട്ട് ബട്ടർ ആണോ എന്താണെന്ന് വെച്ചാൽ അറിയുന്നവര് കമന്റ് ചെയ്യാം. ഇത് പൊട്ടിക്കുമ്പോ ഇതുപോലെ രണ്ട് തോട് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞാൻ നല്ലൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഫ്ലവർ വൈസ് ഈ തോട് കണ്ടിട്ട് നല്ല കട്ടിയുള്ള നല്ല അടിപൊളി തോടാട്ടോ. എന്തെങ്കിലുമൊക്കെ പൂക്കളും എല്ലാം ഉണ്ടാക്കാം. അതെ, ഒരു ബോട്ടില് കിട്ടി. ഇത് ഗ്രീൻ പീസാ. ഓക്കെ, ഈ ബോട്ടില് ഒഴിഞ്ഞ ബോട്ടിലും ഇതും കൂടെ ചേർത്ത് ഞാനൊരു ഫ്ലവർ വൈസ് അങ്ങ് ഉണ്ടാക്കി. ഇനി ഇതിൽ ഒത്തിരി മെയിൻ്റനൻസ് ഉണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടപ്പോഴേ ഡയറി മിൽക്ക് സിൽക്കിന്റെ ബബിളില്ലേ, ബബിളി ചോക്ലേറ്റ് മുട്ടായി, അതുപോലെ കറക്റ്റാ ചോക്ലേറ്റ് ബബിള് പോലെ ഉണ്ട്. മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് വെറും നാച്ചുറൽ. ഓക്കെ, തോടെടുക്കുന്നു. ആ തോടെടുത്തിട്ട് ഞാനിപ്പോ ഇതിന്റെ ചുറ്റും ഒട്ടിക്കുക ചെയ്തത്. നമ്മള് സാധാരണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വേസ്റ്റ് കൊണ്ട് കളയേണ്ട സാധനമാണ്. അതെ, ഇത് ഉപയോഗിച്ച് നല്ലൊരു സംഭവം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നിനക്കെന്താ ഇവിടെ പരിപാടി? ഓക്കെ, അപ്പൊ ഇനി ബാക്കി പരിപാടി എന്താ? കഴിച്ചോ. താങ്ക് യു. അപ്പൊ കഴിക്കുകയും ചെയ്യാം, നമുക്ക് എന്താന്ന് വെച്ചാ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. എന്തുവാ? അപ്പൊ ഞാൻ എന്റെ പണി തുടങ്ങാം. പക്ഷെ ഇത് ഒട്ടണമെങ്കില് 7000ന്റെ B7000ന്റെ ഗം തന്നെ വേണം കേട്ടോ. അതെ, അല്ലെങ്കിൽ പണി കിട്ടും. ഇളകി വീഴും. എന്നുവെച്ചാൽ ഈ തോട് നല്ല കട്ടിയുള്ള തോടാ. നീ എന്തിനാ ചിരിക്കുന്നേ? നിന്റെ ക്യാരറ്റ് എന്തോ അത്? ക്യാരറ്റ്. ഇവിടെ ഇപ്പൊ നമ്മുടെ വർക്ക് ഏകദേശം ഇത്രയുമായിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് എങ്ങനെ ഇരിക്കും? കുറച്ച് പെയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പെയിന്റ് അടിക്കായിരുന്നു. ഇതിന്റെ ക്യൂടെക്സ് എടുത്തോണ്ട് പോവാ. പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇന്ത്യയൊക്കെ വരച്ചിട്ടേ ആ ഷേപ്പില് ഇത് ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. സമയം വേണം ഒട്ടാനേ. അതുപോലെയുള്ള ചിരട്ടക്കായും കട്ടിയുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. കണ്ടോ? ഇച്ചിരി കഴിവുള്ളവർക്ക് ഇത് വെച്ച് പല സംഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ചിരട്ട വെച്ച് എന്തൊക്കെയാ ഉണ്ടാക്കുന്നേ? അതെ, അതെ, ഇതാണ് സാധനം. ഇതിന്റെ അകത്താണ് ഇത്. നമ്മൾ ഈ നടുക്കൂടെ മുറിക്കുമ്പോ ആ പീനട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് എനിക്ക് ഒട്ടിച്ച് ഭിത്തിയൊക്കെ വൃത്തിയുടെ ആക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നല്ല ബൈൻഡ് ഉണ്ടെങ്കിലേ ഇത് നല്ല ഫ്ലവറിന്റെ ഷേപ്പില് നമുക്ക് ഇതിനെ ഒട്ടിക്കാം. നല്ല ഫ്ലവർ, സൂര്യകാന്തിയോ ഡാലിയോ ഒക്കെ ഫ്ലവർ ഷേപ്പിൽ ഒട്ടിച്ചിട്ട് നമുക്കവിടെ പെയിന്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഇവിടെ ബൈൻഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല. എന്തായാലും അത് അവിടെ റെഡി ആവുന്ന സമയം ഞാൻ നമ്മുടെ ക്ലേ വെച്ച് ചെയ്ത വർക്ക്സ് എല്ലാം കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി അതിന് പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കണ്ടല്ലോ. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഈ പ്രാവശ്യം ചെയ്തിരുന്നു, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. വേണ്ടേ
ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ ക്ലേ വെച്ച് ചെയ്ത ഐറ്റംസ് ആണ്. നല്ല കളർഫുൾ ക്ലേ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വെച്ചിട്ട് നോക്കി എന്തൊരു ഒറിജിനാലിറ്റി ആണെന്ന്. ഒറിജിനൽ ക്യാരറ്റ് ആണെന്നേ തോന്നുള്ളൂ. പിന്നെ വേണ്ടി ഇത് റാഡിഷോ, ഇതൊരു ഫ്രൂട്ട് അല്ല ഒരു വെജിറ്റബിൾ ബാസ്ക്കറ്റ് ആണ്. ഓക്കെ, പിന്നെ ഫ്ലവർ, ഇതൊക്കെ ക്ലേ വെച്ച് ചെയ്തതാ മമ്മി. കണ്ടോ? ഇനി വേറൊരു ഐറ്റം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ. ഇതാണ്ടേ, ഇതൊക്കെ ക്ലേ ഡിസൈനാണ്. എല്ലാ കളർ ക്ലേയും നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ഫിക്സഡ് ആണ്, ഇനി നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. നീ ഇതെല്ലാം പഠിക്കുവോ? ക്രാഫ്റ്റ് വർക്ക്സ് എല്ലാം നീ പഠിച്ചെടുക്കുവോ? ഗുഡ് ഗേൾ. അച്ചാച്ചൻ എന്തിയെ? ഡോലു എന്തിയെ? ഡോലു എന്തിയെ? അതുകൊണ്ടാണ് കുറച്ച് നാള് നമ്മള് ഗ്യാപ്പ് ഇട്ട് നിന്നത്. ഡോലു ഇതൊന്നും നമ്മളെ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഡോലു എവിടെ പോയി? ഡോലു എന്തിയെ? അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇതിപ്പം ഗമ്മ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമ്മളിവിടെ വെച്ചേക്കാണ്. ഇനി ഇതിന്റെ ബാക്കി അൽക്കുലത്ത് പരിപാടികളൊക്കെ വൈകിട്ട് ചെയ്യും, അല്ലയോ? അതെ, ഇതിൽ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. കുറച്ച് മെയിൻ്റനൻസ് വർക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഫൈനൽ ലുക്ക് നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐറ്റം തന്നെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ എവിടെയാ വെക്കേണ്ടത്? ഇതൊരു ഫ്ലവർ വൈസ് ആയിട്ട് മാറി. ഈ തോട് കണ്ടോ? ഇത് വെച്ച് നമുക്ക് പൂക്കളുണ്ടാക്കാം, അനിമൽസ്, അങ്ങനെ ബേഡ്സ്, എന്ത് വേണമെങ്കിലും നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മള് ഫ്ലവർ വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി അതിവിടെ വെച്ചോ, ഇവിടെ വെക്ക. ഇതിന് ഞാൻ വേണമെങ്കിൽ എനിക്ക് പല കളറൊക്കെ കൊടുക്കായിരുന്നു, പക്ഷെ ഇതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ടാ കളർ മാറ്റാൻ കേട്ടോ. അപ്പൊ ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ഞാൻ പഠിപ്പിക്കാം. അതേ നിവൃത്തിയുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ഈ ഫ്ലവേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കാം. വേറെ പൂ വേണമെങ്കിൽ വേറെ വെച്ച് കൊടുക്കാലോ, അല്ലേ? ഓക്കെ, അങ്ങനെ പീനട്ട് ഷെല്ല് വെച്ച് നമ്മുടെ ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട്. സോ ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.